അപ്പോൾ GT എഡ്യൂക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം, എന്നോടൊപ്പം നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, അതിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത്, ഇപ്പൊ മാത്സ് പഠിച്ചവർക്ക് പോലും എവിടെയാണ് മാത്സിന്റെ ആപ്ലിക്കേഷൻ എന്നാണ് ഒരു ചിന്ത. മാത്സ് ഇല്ലാതെ ലോകമില്ല, ഭൂഗോളത്തിന്റെ സ്പന്ദനം പോലും ഗണിതത്തിലാണെന്നാണ് നമ്മുടെ സ്ഫടികത്തിൽ ചാക്കോ മാഷ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഉപയോഗിക്കുന്ന മട്ടത്രികോണം, അതുപോലെ തന്നെ റൈറ്റ് ആംഗിൾ, നമ്മളിപ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് ടേംസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ലൈൻസ്, ഇതൊക്കെ സാധാരണക്കാരന് എവിടെയാണ് ഉപയോഗം എന്ന് പല കുട്ടികളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ശ്രീധരൻ ആശേരിനെ പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങൾ തമ്മിലൊരു 10-35 വർഷം പരിചയമുള്ള ഒരാളാണ്. എനിക്ക് പഠിക്കുന്ന കാലം തൊട്ട് ഒരു ഷെൽഫ് ഉണ്ടാക്കിയ കാലം തൊട്ട് ഇപ്പോൾ നമ്മുടെ GT എഡ്യൂക്കേഷനിൽ ഞങ്ങളുടെ പ്ലാനുകൾക്കനുസരിച്ച് ചെറിയ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇദ്ദേഹം എവിടെയാണ് ഈ ഗണിതത്തിന്റെ ഒരു പ്രാധാന്യത്തിനെ കുറിച്ച് പറയും. എന്താണ് ശ്രീധരൻ ചേട്ടന്റെ ഒരു അഭിപ്രായം കണക്കിനെ കുറിച്ച്? ഇത്രയും 40 വർഷം കണക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കണക്കുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു കണക്കുണ്ടാവും. അത് കൊള്ളാം. കണക്കുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു കണക്കുണ്ടാവും. കണക്ക് ഒന്നും കൈവിടാൻ പാടില്ല. കണക്ക് കൈവിടരുത്. കണക്ക് കൈവിട്ടാൽ കൈവിട്ട കളിയായി പോകുന്നതാണ് നമ്മുടെ ശ്രീധരൻ ആശേരി പറയുന്നത്. പ്രത്യേകിച്ച് ഇതിലെ മട്ടം എന്ന് പറയുന്നത് അല്ലെ, നമ്മള് 90 ഡിഗ്രി വരുന്ന ചെരുവില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാത്തിനും ഒരു മട്ടം ആവശ്യം. മട്ടം എന്ന് പറഞ്ഞാൽ ഒരു ചതുരം, സ്ക്വയർ ഫീറ്റ്. അപ്പൊ അത് ചെരുവില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മട്ടം. ഏതൊരു കുട്ടികളും ഒരു സ്ക്വയർ ഫീറ്റ് എത്രയെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. എത്ര സ്ക്വയർ ഫീറ്റ് എത്രയാണെന്നുള്ളത്. ഒരു ഫീറ്റ് എന്ന് പറയുന്നത് എത്ര അടിയാണെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. 30 സെന്റിമീറ്റർ ആണ്. അതായത് 12 ഇഞ്ചാണ് ഒരു ഫീറ്റ് വരുന്നത്. അപ്പൊ സെന്റിമീറ്റർ 30 സെന്റിമീറ്റർ. മില്ലി ആകുമ്പോൾ ഇൻറ്റു അതിന്റെ ഒപ്പം 10 ഇൻറ്റു ചെയ്യണം, 300 മില്ലിമീറ്റർ. അപ്പൊ ഇങ്ങനെയുള്ള കണക്കുകൾ എപ്പോഴും അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് അളവെടുക്കുമ്പോൾ ഒരു മേശ കസേരയൊക്കെ ഉണ്ടാക്കുമ്പോൾ അളവുകൾ ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല, മേശയാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മേശ സ്റ്റൂൾ പണിതിട്ട് കാര്യമുണ്ടോ എന്നാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അളവുകളുടെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അളവുകൾ കൃത്യമായിട്ട് എടുക്കാൻ നമ്മൾ പഠിക്കണം. അപ്പൊ അത് ഗണിതത്തിന്റെ എല്ലാത്തിന്റെ അളവുണ്ട്. അളവുണ്ടെങ്കിൽ എല്ലാത്തിനും അളവുണ്ട്. അപ്പൊ നമുക്ക് ശ്രീധരൻ ചേട്ടന്റെ വാക്കുകളെ നമുക്ക് കേട്ടു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മാത്സിന്റെ ഒരു ചെറിയ ആപ്ലിക്കേഷൻ. അടുത്ത വീഡിയോകളിൽ നമ്മള് ഇതിനെ ഓരോ രീതിയിൽ ഓരോ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരായിട്ട് നമുക്ക് പരിചയപ്പെടാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് റൈൻസ് തോമസ് സൈനിങ് ഔട്ട്.